2026 ഫിഫ വേൾഡ് കപ്പ് പ്രെഡിക്ഷൻ ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 26 വേൾഡ് കപ്പിൽ നിരവധി ടീമുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ 40 ടീമുകൾ വെച്ചിട്ട് ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കളികളെ കുറിച്ചിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം തന്നെ? എന്താ വെച്ചാൽ ഇപ്പോൾ സ്പെയിനും പോർച്ചുഗലും എന്നും ഇപ്പോൾ കളി വരുന്നത് പ്രീ ക്വാർട്ടർ ആയിട്ട്. അപ്പോൾ ഇന്ന് രാത്രി 12:30 ഒരു മിനി യൂറോ കപ്പ് ഫൈനൽ മാതിരി കാണുന്ന ഒരു പ്രീ ക്വാർട്ടർ നടക്കാൻ പോണേ. വേൾഡ് കപ്പ് ഫൈനലാണ്. അത്രക്കൊന്നും ആയിട്ടെങ്കിൽ യൂറോ കപ്പ് മാതിരി. റൊണാൾഡോക്ക് എന്താണ് വേൾഡ് കപ്പ് അല്ല മെയിൻ, ഞങ്ങൾക്ക് എന്താ യൂറോ കപ്പാണ് മെയിൻ. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ എന്താണ് ഇന്നൊരു യമാലും റൊണാൾഡോന്ന് പറയണ്ട, വല്ല ഫെർണാണ്ടസോ. ഇന്ന് 12:30 കളിക്ക് റാശി പറഞ്ഞ് സ്പെയിൻ ജയിക്കുന്നേ. എന്താ എന്റെ അഭിപ്രായം? ഞാൻ പറയുന്നത് പോർച്ചുഗലിലേക്ക് 2-1. നിങ്ങള് പോർച്ചുഗലിന്റെ കഴിഞ്ഞ കളി വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിന് ജയിക്കാൻ വളരെ ചാൻസ് കുറവാണ്. 2025 എനിക്ക് ഈ സ്പെയിനിനെ കിട്ടിയത്. സ്പെയിൻ ഇപ്പൊ നല്ല ഫോമിലുള്ള പ്ലേയേഴ്സ് തന്നെ, ഈ 11 പ്ലേയേഴ്സ് തന്നെ കളിച്ചിരുന്നു. കഴിഞ്ഞ കളി എന്താ എനിക്ക് പറയാല്ലേ, കഴിഞ്ഞ കളി വളരെ മോശമായ പോർച്ചുഗലിന്റെ കളി. ഇങ്ങനെ പോവാണെങ്കിൽ ലോകം കണ്ടിലെ ഏറ്റവും ടോപ്പ് മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമാണ് പോർച്ചുഗൽ. ഇപ്പത്തെ ലെവലില് ഏറ്റവും കീപ്പർ ടോപ്പ് മിഡ്ഫീൽഡേഴ്സ് ആണ്. സ്പെയിന് കുറവില്ല എന്നല്ല പറഞ്ഞത്, ടോപ്പ് പോർച്ചുഗലാണ്. ഇന്ന് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഫ്രാൻസിനെ എങ്ങനെയാലും ഫ്രാൻസ് ജയിക്കാറ് നിങ്ങൾക്ക് ക്വാർട്ടറിലാ അല്ല സെമിയിൽ വരല്ലേ. ഞാൻ പറയട്ടെ, ഓരോ കോച്ചിനും ഓരോ ടാക്ടിക്സ് ആണ് മിഡ്ഫീൽഡേഴ്സിൽ. കാരണം ജാവനാസ് വിറ്റിന് ഒരേ ക്ലബിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അത് നോക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, അത് നോക്കണം. മാർട്ടിനസിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? ലെഫ്റ്റ് വിങ്ങിലെ കളി വരുന്നത്, മറിച്ച് നമ്മളെ ലൂയിസ് എൻറിക്ക് എങ്ങനെ കളിക്കുന്നത് സെൻട്രലിലെ കളി വരുന്നത്. അതാണ് മിഡ്ഫീൽഡേഴ്സിൽ PSG അത്രയും കത്തി നിന്നതിനെ. അത് എല്ലാ പ്ലേയേഴ്സും ക്ലബ്ബ് കളിക്കുന്ന രൂപത്തിലാവില്ല സ്വന്തം നാഷണൽ ടീം. ഓരോ ടാക്ടിക്സ് ആണ് ഓരോ ക്ലബിന്, ഓരോ കോച്ച്. ഇത് പറഞ്ഞ ശരിയാണ്, ഓരോ കോച്ചുമാരനുസരിച്ച്. സ്പെയിൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായിട്ട് സ്പെയിനാണ്. ഈ സ്പെയിനിട്ടാണ് നിങ്ങൾക്ക് ചാമ്പ്യന്മാരെ തോൽപ്പിച്ചിട്ടില്ല നാഷണൽസ് ലീഗ് എടുത്ത് 2025. അതുപോലല്ല 25. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു എന്തെങ്കിലും പറയുന്നത് സ്പെയിൻ വെച്ചാല് ഏറ്റവും ഈ ഫോം ഔട്ട് സംഭവം ആ കളി കളി കാണിക്കായിരുന്നു. എന്ത് കൊറേഷ്യനെ പോലെ കളി കാണിക്കായിരുന്നു. അതിന് മുമ്പ് ഡോക്ടർ കോങ്കോവിന്റെ കളി കാണിക്കായിരുന്നു. എന്നാ ഓക്കെ, കപ്പ വെറുതെ എത്ര ഫിഫ റാങ്കിൽ എത്ര 67 ഓലേറ്റ് എത്ര തോൽ ജയിക്കായിരുന്നു. ലോകം കണ്ട മികച്ച ടീമല്ലേ സ്പെയിന്. ഫോം കുറഞ്ഞ ടീമാണ്. 2026 ആരെ ഫോം ഇല്ലാത്ത സ്പെയിൻ എല്ലാവരും ഫോമാ. കീപ്പർ ഉണ്ട്, ഫോമിലുണ്ട് ഇല്ലേ, ബാക്ക് ലൈൻ ഉണ്ട്, മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, സ്ട്രൈക്കേഴ്സ് ഉണ്ട്, വിങ്ങേഴ്സ് ഉണ്ട്. പിന്നെന്താണ് ജയിക്കാൻ തന്നെയാണ് ഈ പോർച്ചുഗൽ. നിങ്ങൾ പറഞ്ഞത് എല്ലാവരും നല്ല കിടിലൻ കളിയാണ്. ഈ സീസൺ തുടങ്ങിയതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോകും, ഞങ്ങൾ അടിപൊളി കളിയാണ്, അടിപൊളി സ്കോഡാണ്, എല്ലാവരും ഫോമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കളി തുടങ്ങുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. അല്ല, ഇന്നിപ്പോ സ്പെയിൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ഔട്ടിൽ എങ്ങനെയായാലും എമാലുണ്ടാവും. അപ്പോൾ മറ്റേ ഒരു ഔട്ടറായിട്ട് കണക്കാക്കുന്നത് നിക്കോലിയംസിനെ കാരണം. നിക്കോലിയംസിന് ഇപ്പൊ നിലവിൽ പരിക്കാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് നിക്കോലിയൻസും എമാലും കൂടി കളിക്കുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്ത് ചെയ്യും പോർച്ചുഗൽ അവസ്ഥയിൽ? കാരണം യമാല് ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞ യമാല് നേരിട്ടുള്ള ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ് ആണ്. പോർച്ചുഗൽ യമാലിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. ഞങ്ങൾ കോൺഫിഡൻസിലാണ്. നിക്കോളിയൻസിന് ജാവോ ക്യാൻസൽ ഉണ്ട്, കട്ട് ബാക്കിന് പോകാനും ആളുണ്ട്, വരാനും ബോൾ എടുക്കാനാളുണ്ട്. എത്ര എതിർക്കെതിരെ വന്നാണ്, ചാമ്പ്യൻസ് ലീഗ് വന്നാണ്, വേൾഡ് കപ്പ് വന്നാണ്, നാഷണൽസ് ലീഗിൽ വന്നാണ്. ശരിയാണ്. ചെയ്തിട്ടില്ല സീസൺ നോക്കിയിട്ട്. വേറെ വിഷയം എന്താ വെച്ചാൽ പറയണ്ടേ, നിങ്ങൾ ഈ എമാലി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ റൊണാൾഡോ പ്ലെയറിന്റെ നമ്പർ 1 സ്ട്രൈക്കറിന് നിങ്ങൾ ഇതുവരെ കളിച്ച കളിയിൽ ഇപ്പോൾ 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, പിന്നെ അതുപോലെ ഒരു 32 റൗണ്ട് ഓഫ് 32 കൊറേഷ്യനായിട്ട് കളിച്ച്, അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ
എന്താണ് റൊണാൾഡോൻ്റെ ഇപ്പോഴത്തെ നിലവാരം. ഇപ്പോൾ 41 വയസ്സിൽ റൊണാൾഡോ കളിക്കുന്നുണ്ട്. അപ്പോൾ റൊണാൾഡോ കഴിഞ്ഞ കളിക്ക് റൊണാൾഡോക്ക് യൂറോസ്റ്റ മാച്ച് കിട്ടിയതിന് എല്ലാവരും പറഞ്ഞു അർഹിക്കണില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഫാൻസിന് ശരിയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പിന്നെ വെച്ചാൽ റൊണാൾഡോന്റെ ഇപ്പോഴത്തെ നിലവാരം കളി മാതിരിയല്ല. വയസ്സിന്റെ ശരിയാണ്, ഓക്കെയാണ്. ഇപ്പൊ എന്താണ് ടീമും കാര്യങ്ങളും ഒത്തൊരുമ അതേമാതിരിക്ക് എല്ലാം ഉൾക്കൊണ്ടിച്ച് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റൊണാൾഡോക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ വെച്ചാല് റൊണാൾഡോ ആദ്യം കളിച്ചിരുന്ന ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിരുന്നു. അതിനാണ് പിന്നെ സ്ട്രൈക്കർക്ക് മാറ്റി റയൽ മാഡ്രിഡിലേക്ക് വന്നപ്പോഴാണ് ഓനോ സ്ട്രൈക്കർ ആയത്. അപ്പോൾ സ്ട്രൈക്കറിന്റെ കളി പറഞ്ഞാല് ബോക്സ് ടു ബോക്സ് ആണ് അധികം. കാരണം ബോക്സിൽ വരുന്ന ബോളാണ് ഓന് ഫ്രെയിമിൽ അടിച്ച് കയറ്റേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വിങ്ങിലൊന്നും ബോൾ ബോക്സിൽ റൊണാൾഡോന്റെ കളി വെച്ചിട്ട് നിങ്ങൾ ഈ ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ശരി, ബെർണാണ്ടോ ആയാലും ശരി, നിങ്ങളെ ജോ ഫിലിക്സ് ആണ് നല്ല ബോൾ കൊടുക്കുന്നത് റൊണാൾഡോക്ക് ഇതുവരെ കളിച്ച കളിയിൽ. അപ്പോൾ ഈ നല്ല ബോൾ കൊടുക്കുന്ന പ്ലെയറിനെ നിങ്ങൾ ബെഞ്ചിൽ ഇരുത്തിട്ട് ബെർണാണ്ടോനെ കളിപ്പിക്കുകയാണെങ്കിൽ അവരെ കളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ കോച്ചുമാരതാണ്. അതായത് ഫാൻസിന് നിങ്ങൾ ഇന്നിപ്പോ കളിക്കുകയാണെങ്കിൽ കോച്ച് ശരിയാണ്, അതൊക്കെ ശരിയാണ്. അന്ന് ആ ട്രെയിനിങ് ഏറ്റവും റാമോസിന് നല്ല അവസരം നൽകുക, ഫസ്റ്റ് ലെവലിലൊക്കെ കൊടുക്കുക. ഒരു ഫുൾ 11 പ്ലെയർ അല്ല, ഫസ്റ്റ് 11 പ്ലെയർ അല്ല ഒരിക്കലും. കളിപ്പിച്ച് നോക്കാം. കഴിഞ്ഞ ഇതില് നമ്മള് കഴിഞ്ഞ സീസണിൽ കണ്ട് നമ്മള് ഫസ്റ്റ് 11 ഇറങ്ങിയിട്ട് ഫസ്റ്റ് 11 തോന്നുന്നു ഹാർട്രിക് അടിച്ചാണ്ട് കണ്ടതാണല്ലോ. അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഞങ്ങള് റാമോസ് കണ്ടിട്ട് സൂപ്പർ സബ് ആയിട്ടാണ്. കാരണം റൊണാൾഡോ 41 വയസ്സായി, ഒരു 90 മിനിറ്റ് കളിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. പ്രായത്തിനനുസരിച്ചുള്ള ഫിസിക്ക് റൊണാൾഡോ ഇപ്പൊ ഉണ്ടാവില്ല, നിലവിൽ ഉണ്ടാവില്ല. നമുക്ക് പിന്നെ നോക്കായിരുന്നേ. ഇപ്പൊ അർജന്റീന കളിക്കണ കളി ശ്രദ്ധിച്ചെടുത്ത് നോക്കിയാൽ അറിയാം. എന്താ വെച്ചാല് ഒരു ടീമില്ല അവർക്കെന്ന് വെച്ചാൽ വലിയ ഹൈപ്പ് ടീം കാര്യങ്ങൾ വൺ സെറ്റപ്പ് സ്ക്വാഡില്ല അർജന്റീനക്ക്, ഒരിക്കലും ഇല്ല. അവർക്ക് ആകെ ഉള്ളത് എന്താ വെച്ചാൽ എല്ലാ പ്ലേയേഴ്സിനും ഒറ്റ മൈൻഡ് സെറ്റ് എന്താണ്, കപ്പടിക്കണം, പിന്നെ അതായിരിക്കും ഒത്തൊരുമിച്ച് കളിക്കണം. ആ സംഭവങ്ങൾക്ക് പോർച്ചുഗലിനില്ല. അതാണ് പോർച്ചുഗലും ബാക്കിയുള്ള ടീമിന് സംഭവിച്ചത് മനസ്സിലാക്കണം. ഫാൻസിന്റെ അടിയിലല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു കളി അറിയാം, ഒരിക്കലും ഒരു പ്ലെയറെ ബോൾ കൊടുത്തിട്ട് ബോക്സിൽ ഫസ്റ്റ് ബോൾ കൊടുത്തിട്ട് ഈ കട്ട് വരുന്ന ബോളിൽ കട്ടെടുത്താൽ മതി. ഒരു പ്ലെയർ ആഗ്രഹിക്കണത് തരോ ഓന്റെ നാട്ടിലും ബെസ്റ്റ് ആവണം എന്നാണ് ഓരോ പ്ലെയർ. ശരിയാണ്, എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ആവില്ല. മൈൻഡ് സെറ്റ് എന്താ, ഓർക്ക് ഗോൾ അടിക്കണം. പോർച്ചുഗൽ രാജ്യത്ത് വലിയ നമ്മൾ മൂന്നാളൊരു ടീം കളിക്കാൻ വെച്ചോ. നമ്മൾ ഈ ബ്രൂണോ ഫെർണാണ്ടസ് മറ്റേ ഫ്രീ കിക്ക് കഴിഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ ആ ഫ്രീ കിക്ക് ഡയറക്റ്റ് ബൂസ്റ്റ് കളിച്ച പോലെ എന്തിനാണ് ക്രിസ്ത്യാനൊക്കെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു ബോളാണ്. എന്താ വെച്ചാൽ അങ്ങനെ ബോൾ കൊടുത്തത്. യുണൈറ്റഡിൽ കളിയാണ്. പറയാ ഓരോ ടീമിന് ഓരോ സെറ്റ് പീസ് അസിസ്റ്റൻസ് ഉണ്ടാവും, കോച്ചസ് ഉണ്ടാവും. ആ കോച്ചസിന്റെ കീഴിലാണ് ഈ സെറ്റ് പീസോട് അടിക്കുക. മനസ്സിലായോ? ആ ബോൾ അങ്ങനെ കൊടുക്കണം. അതിന് മുന്നുള്ള ഫ്രീ കിക്ക് നോക്ക്, വിറ്റീനെ ബ്ലോക്ക് ചെയ്ത ബോള് അവിടെ ഇങ്ങനെ കോച്ച് കാണിച്ചു കൊടുക്കണം ലെഫ്റ്റിൽ കൊടുക്കാൻ, അങ്ങനെ കൊടുക്കണം. അതൊക്കെ ഓരോ ടാക്ടിക്സ് ആണ്. എന്താ വെച്ചാല് ഒരു പ്ലെയർ രാജ്യത്തിന് വേണ്ടി ഗോൾ നേടാന്ന്. പക്ഷെ ഫ്രീ കിക്ക് കിട്ടിയ അധികം ആൾക്കാരും നമ്മള് ക്യാപ്റ്റൻസി ആണ് യൂസ് ചെയ്യല്. യമാല് പോവോ, റൊണാൾഡോ പോവോ, ആരും പറഞ്ഞ പോർച്ചുഗൽ ജയിക്കും. നിങ്ങള് ഈ കഴിഞ്ഞ കൊല്ലം കണ്ടതല്ലേ? കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എല്ലാ കൊല്ലം ഇത് പറയലാണ്. ഒറ്റ കപ്പില്ല, എല്ലാ സീസണിലും ഇത് നിങ്ങൾ പറയലാണ്. അത് നോക്ക്. 41 വയസ്സായിക്കണേ. എത്ര വേൾഡ് കപ്പ് വെച്ച്? 6 വേൾഡ് കപ്പ്. 2006 തുടങ്ങി. എല്ലാ വേൾഡ് കപ്പിൽ ഇവിടെ അറിയും. ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ആ കപ്പ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിനെ കുറിച്ച് തരാം. ബാക്കി എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഈ മാസം? പോർച്ചുഗൽ ഫാൻസില് എത്ര ഫാൻസുണ്ട് ഇവിടെ? അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇജ്ജ് പറഞ്ഞേ പോർച്ചുഗൽ വേറെ ഫാൻസ് ഉണ്ട്, അവരും പറയല്ലേ? അവര് പറയലുണ്ട്. ഞാൻ പറഞ്ഞു 2006 മുതൽ 2026 വെച്ചോ അത് ഞങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്കോഡ് ഇല്ലായിരുന്നേ. വീക്കായിട്ട് ഓരോ പ്ലെയർ 2002 റൊണാൾഡോ ആയിരുന്നോ? 2006 ലാസ്റ്റ് ആയിട്ടാണ് റൊണാൾഡോ പോയിട്ട് പോർച്ചുഗൽ സെമി കാണുന്നത്. 2010 കഴിഞ്ഞ അതിന്റെ 14 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 22 കഴിഞ്ഞ് ഇതിപ്പോ 26
4 കൊല്ലം 5ാമത്തെ കൊല്ലാണ്. 5ാമത്തെ കൊല്ലം ഇപ്രാവശ്യം സെമി കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറപ്പാ. ഒന്നുമില്ലാത്ത പോർച്ചുഗലിനെ 3 മേജർ കീഴെടുത്ത് കൊടുത്തില്ല. 2 നാഷൻസ് ലീഗ്, ഒരു യൂറോ കപ്പ്. റൊണാൾഡോ മുന്നുള്ള ഒരു കളി എടുത്തു. യൂറോ കപ്പ് തോന്നുന്നല്ല മോനെ, വേൾഡ് കപ്പ് പോർച്ചുഗൽ അങ്ങനെ അപമാനിക്കണ്ടല്ലോ റൊണാൾഡോ വെച്ചിട്ട്. പോർച്ചുഗലിനെ അപമാനിക്കല്ല. കപ്പില്ല, ഒന്നുമില്ലാത്ത പോർച്ചുഗൽ റാങ്കിങ്ങിൽ എത്തിച്ചില്ല. 2022 വേൾഡ് കപ്പില് നിങ്ങൾ ബ്രാച്ചുകളേർ ഒന്നായി കണ്ട് ഞങ്ങളാണ്ട് ഇതാക്കി. ഏത് ടീം സൗദിനായിട്ട് ഫസ്റ്റ് കളി ഇത് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഈ ബ്രാച്ചുകൾ. ഞങ്ങൾ ഒരു ടീമിന് സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ ടീമിനെ മാത്രം സപ്പോർട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏത് ബ്രസീൽ തോറ്റിട്ട് ഒരാൾ പോർച്ചുഗൽ ഫാൻസ് ഒരാളാണ് ഏത് ബ്രസീലായിരുന്നു ഒരു ചായയുള്ള പോർച്ചുഗലിനോടാണ്. എന്താ അറിയില്ല എന്തിനാണ് എല്ലാ പ്ലേയേഴ്സിനും മെസ്സിനോട് ഇത്ര ഒരു വൈരാഗ്യം. വോയിസ് ഗ്രൂപ്പില് ഉണ്ട്. എന്ത് എന്താ അന്ന് നാസിം പറയുന്നുണ്ട്. നാസിം എന്താ പറഞ്ഞേ, ഞങ്ങള് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം, നാസിം മാത്രം സപ്പോർട്ട് ചെയ്ത് വെച്ച് പോർച്ചുഗൽ ഫാൻസ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നിലവില് മറ്റുള്ളവർ പറഞ്ഞിട്ട് ആ മൊത്തം ഈ ഭാഗത്ത് മനസ്സിലാക്കണം നിങ്ങള്. അതിനെ വന്ന് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നവരാണ് കുറെ ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെന്താ വെച്ചാല് ഇപ്രാവശ്യം ഒരു 4-3 ആൾക്കാർ ഇപ്രാവശ്യം ഇല്ല. ഇന്നലെ ബ്രസീൽ പുറത്തായി. ഇനിയിപ്പോ ആകെ പോർച്ചുഗലാണ് അവർക്ക്. അർജന്റീനയുടെ എതിരാണ് എല്ലാരും. അർജന്റീന ക്വാളിഫൈ ചെയ്യുന്ന നിങ്ങൾ പറയുന്നത് എന്ത് ക്വാളിഫൈ പിന്നെ ഷുവർ അല്ലേ? എന്ത് സംശയം. നമുക്കൊന്നും കളി നോക്കാം. കളി നോക്കിയിട്ട് ഇതിന് വലിയ വെല്ലുവിളികൾ ഞങ്ങൾ നേരിട്ട് വന്നവരാണ്. ഞങ്ങൾക്ക് വിഷയം ഇന്നലെ ബ്രസീലിന്റെ കളി കഴിഞ്ഞ് അതിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഒരു ടീമിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. എല്ലാ ടീമും പോലെ ഫുൾ ഇടുണ്ട്. ഇങ്ങനെയൊക്കെ കളിച്ചു കയറുന്നത്. അത് തുടർച്ചയായ വേറൊരു വിഷയമുണ്ട്. അടിച്ച ടീമിനെതിരെ ഇങ്ങനെ കളിക്കാൻ വരാണെങ്കിൽ അത്രയും എഫേർട്ടും. കഴിഞ്ഞ കളി ജപ്പാനായിട്ട് കളിച്ച ബ്രസീൽ അല്ല ഇന്നലെ കളിച്ചത്. അത് ശരിയാണ്, 100% ശരിയാണ്. ഭയങ്കര ജപ്പാനെ താഴ്ത്താൻ പറ്റില്ല. ജപ്പാൻ നല്ല കളി കളിച്ചിരിക്കണം. ജപ്പാന് പോലല്ലേ നോർവേ എന്ന് വെച്ചാൽ ഇന്നലെ ഹാളൻഡിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ ആ കുറച്ച് ടൈം ബോൾ കാലുമായിട്ട് ഒരു പ്ലെയർ ഹാളൻഡ് കാരം. അപ്പോൾ ഹാളൻഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ കിട്ടിയ ബോള് മാക്സിമം സ്കോർ ചെയ്ത് ഹാളൻഡ് 2 ഗോൾ സ്കോർ ചെയ്ത്. ഹാലൻഡ് ഫിസിക് വെച്ച് കളിക്കാൻ ഒരു പ്ലെയറും കൂടിയാണ്. ഫിസിക്ക് ഏറ്റവും കൂടുതൽ ഫിസിക് ആയാലും എന്തായാലും എന്തെങ്കിലും ഓക്കെയാണ്. ബ്രസീലിനെ കുറിച്ച് സംബന്ധിച്ച് ജപ്പാനുള്ള കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബോൾ പോലും കിട്ടിയിട്ടില്ല. ബോളിന്റെ പാസിംഗ് ആക്രമിച്ച് നോക്കുകയാണെങ്കിലും നോർവേ ബ്രസീലിനെ ഇട്ട് കളിപ്പിക്കായിരുന്നു ബോൾ തൊടിക്കാതെ. അത്രയും നേരം അവർ പ്രസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇത് കളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ബ്രസീല് ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല്. ആ ബ്രസീൽ 5 മിനിറ്റ് ബോൾ തൊടാതിരിക്കാൻ വരുമ്പോ ഒന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ഭയങ്കര വിഷയമാണ്. പിന്നെ അതവർ നമ്മളൊക്കെ നെട്ടിച്ചിങ്ങനെ എന്താ വെച്ചാൽ റൗണ്ട് ഓഫ് 32ക്ക് ഡോക്ടർ കോങ്കോ എന്ന് പറഞ്ഞ ഒരു ടീം ആരും ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അതവർ കപ്പ വെറുതെ കഴിഞ്ഞ വേൾഡ് ചാമ്പ്യന്മാർ ഇപ്പൊ നിലവിലുള്ള വേൾഡ് ചാമ്പ്യന്മാരെ മുട്ടുറപ്പിച്ച ഒരു ടീമാണ് കപ്പ വെറുതെ. അപ്പോൾ ആ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അർജന്റീനക്കാർ എന്ന നിലയ്ക്ക് ഒരു അർജന്റീന പ്ലെയറിനും സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസോടെ കാണാൻ പറ്റിയ ഒരു കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ട അത്രയും കൂടി ഒരു കോൺഫിഡൻസ്. സാധാരണ പറഞ്ഞു വെച്ചാല് നമ്മളൊരു വേൾഡ് കപ്പ് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇനി ടെൻഷനില്ലാതെ കളി കാണാന്ന് പറഞ്ഞ. പക്ഷെ ആ കളി കണ്ടപ്പോ എല്ലാ ഫാൻസും അർജന്റീന ഫാൻസും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടാവും. അർജന്റീനക്കാർ ചെയ്ത പരിപാടി എന്താ, ചെറിയ ടീം അയച്ചിട്ട് സിമ്പിളാക്കി കളിയാണ് സിമ്പിളാക്കി മുതലെടുത്തിട്ടുണ്ട്. ഓരോ അറ്റാക്കിംഗ് ആയാലും ഡിഫൻസിങ് ആയാലും ഓരോ ക്ലിയർ പക്ക ഓല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 40 വയസ്സുള്ള കീപ്പർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ഫ്രീ കിക്ക് കൊടുത്ത ബോള് കാണണം. ഈ ബോളിന് സെക്കൻഡ് വന്നിട്ട് എടുത്ത ബോള് അർജന്റീന ഒന്നും കൂടി മെച്ചൂർഡാണ്. കാരണം ഈ കളി വെച്ച് പോവാണെങ്കിൽ മനസ്സിലാക്കിണ്ടാവും. ക്വാർട്ടറിൽ ഇപ്പൊ ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ അർജന്റീനക്ക് സെമി ആക്കാരം ഇംഗ്ലണ്ട് വരിക. അപ്പൊ ഒന്ന് ടഫ് ആക്കാരം കളി. അപ്പൊ ഈ കളി വെച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീന എന്തായാലും സെമി തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ ഈജിപ്തിനായിട്ട് ജയിക്കും. ഇതിപ്പോ വേൾഡ് കപ്പ് തുടങ്ങി കുറെ കാലമായി. 32 റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് ഇപ്പൊ പ്രീ ക്വാർട്ടർ ആയി. ഇനി ക്വാർട്ടർ 2 ദിവസത്തിനുള്ളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ക്വാർട്ടർ തുടങ്ങും. ക്വാർട്ടർ ഫൈനൽ അത് കഴിഞ്ഞാൽ സെമി, പിന്നെ ഫൈനൽ വരാണ്ട്. അപ്പൊ ഇന്നത്തെ മത്സരം പ്രയോജിച്ച പോലെ ഇനിയുള്ള തുടർന്നുള്ള മത്സരം നമ്മൾ പ്രയോജിപ്പിക്കും. അപ്പോൾ
ആര് കപ്പടിക്കും ഇപ്രാവശ്യം 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ആര് കപ്പടിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതുവരെയുള്ള മത്സരങ്ങൾ പോലെ ഇത് കണ്ടിട്ടുള്ള ഇതുപോലുള്ള മത്സരങ്ങളുടെ ഫലങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിയുള്ള പോഡ്കാസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റും കാര്യങ്ങളും പ്രഡിക്ഷൻ എല്ലാം മറ്റേ അടുത്ത വീഡിയോയിൽ വരാം.